എടുത്ത് പറഞ്ഞു മരിച്ചെന്ന് പറഞ്ഞ ആള് വീട്ടിൽ അറിയിച്ചു. ആളിനെ വരുത്തിക്കാൻ പറഞ്ഞു. 1 മണിക്കകത്ത് ആൻജിയോപ്ലാസ്റ്റി ചെയ്താലേ പറ്റുള്ളൂ, അല്ലെങ്കിൽ ആളെ കയ്യിൽ നിന്ന് പോകുമെന്ന് പറഞ്ഞു. പ്രാർത്ഥിച്ച സമയത്ത് 6 ബ്ലോക്കും മാറി. അയ്യോ, ഭയങ്കരമായി പോയി. ഒരു വാൾവ് വീക്കായി പോയി. അതെ, ഒരു പുതിയ ഹാർട്ട് ഇന്ന് പകൽ ഇദ്ദേഹത്തിന് ഉണ്ടാകട്ടെ. ഇദ്ദേഹത്തെ പരിശോധിക്കുന്ന ഡോക്ടേഴ്സ് പറയുന്നത് ഇത് എങ്ങനെ നടന്നു എന്ന് പറയട്ടെ. അപ്പൊ റിപ്പോർട്ട് നോക്കും, അച്ഛനെ നോക്കും, റിപ്പോർട്ട് നോക്കും. അപ്പൊ അവർ പറഞ്ഞു ഒരു കുഴപ്പമില്ല, പൊക്കോളാൻ പറഞ്ഞു. അന്ന് മുതൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ദിവസം വരെ എൻ്റെ അച്ഛൻ ഗുളിക കഴിച്ചിട്ടില്ല. ഇദ്ദേഹത്തിന്റെ പേര് സുനിൽ കുമാർ എന്നാണ്. സുനിൽ കുമാർ എന്നാണ്. ആറ്റിങ്ങിൽ നിന്നാണ് അദ്ദേഹം വരുന്നത്. ഇദ്ദേഹത്തെ നല്ല ഓർമ്മയുണ്ട് കേട്ടോ. ഭയങ്കര ഒരു കാര്യമൊക്കെ കേൾക്കാൻ പോകുന്നത്. കർത്താവ് ചെയ്ത അസാധാരണ ഒരു അത്ഭുതത്തിന്റെ സാക്ഷ്യമായിട്ടാണ് അദ്ദേഹം നമ്മളുടെ ഇടയിൽ നിൽക്കുന്നത്. ഫെബ്രുവരി മാസം 11-ാം തീയതി മിറക്കിൾ സൺഡേക്കാണ് അദ്ദേഹം നമ്മുടെ ഈ ഹാളിനകത്ത് വരുന്നത്. അദ്ദേഹം 11-ാം തീയതി മീറ്റിംഗിന് വരുമ്പോൾ 12-ാം തീയതി ആൻജിയോപ്ലാസ്റ്റിക് ഡോക്ടേഴ്സ് പോസ്റ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അദ്ദേഹത്തിന് 6 ബ്ലോക്ക് ഉണ്ടായിരുന്നു. അതിൽ 4 എണ്ണം മേജർ. ഇദ്ദേഹത്തിന് അനങ്ങാൻ പറ്റത്തില്ല, ഇടത്തോട്ട് തിരിയാൻ പറ്റത്തില്ല, വലത്തോട്ട് തിരിയാൻ പറ്റത്തില്ല, കുനിയാൻ പറ്റത്തില്ല. നിരവധി പ്രയാസമായിട്ടാണ് അന്നത്തെ മീറ്റിംഗിൽ ഈ ബ്രദർ വരുന്നത്. ഇദ്ദേഹത്തിന് വേറൊരു പ്രത്യേകത ഉള്ളത്, സാധാരണ എല്ലാവർക്കും ലെഫ്റ്റ് സൈഡിലാണ് ഹാർട്ട്, ഇദ്ദേഹത്തിന് റൈറ്റ് സൈഡിലാണ്. ജനറ്റിക്കലി പ്രോബ്ലം അങ്ങനെയാണ്, ബൈ ബർത്ത് അങ്ങനെയാണ്. അന്ന് ബ്രദർ അന്നത്തെ മിറക്കിൾ സൺഡേയിൽ ശ്വാസകോശത്തിന് പ്രയാസമുള്ളവരെയാ അന്ന് എല്ലാവരെയും ബ്രദർ സ്റ്റേജിലേക്ക് വിളിച്ചത്. പക്ഷെ ആ സമയത്ത് ഇദ്ദേഹം കൂടെ സ്റ്റേജിലേക്ക് വന്നു. വന്നതിന്റെ അന്ന് അദ്ദേഹം നിന്ന പ്ലേസ് ഈ ലെഫ്റ്റ് സൈഡിലായിട്ട് അദ്ദേഹം നിന്നത്. ബ്രദർ അദ്ദേഹത്തെ നോക്കിയിട്ട് ഇങ്ങനെ പറഞ്ഞു, ഞാൻ ശ്വാസകോശമുള്ളവർക്ക് പ്രയാസമുള്ളവരെയാ വിളിച്ചത്, പക്ഷെ നിങ്ങളുടെ ഹാർട്ടിനെ ദൈവം ഇപ്പോൾ സൗഖ്യമാക്കാന്ന് പറഞ്ഞു. ബ്രദർ പ്രാർത്ഥിച്ച സമയത്ത് 6 ബ്ലോക്കും മാറി. അയ്യോ, ഭയങ്കരമായി പോയി. ഒന്ന് എഴുന്നേറ്റ് ഒരു കൈയടി കൊടുക്കാൻ കരുതാവേ. 4 മേജർ ബ്ലോക്ക്. അടുത്ത ദിവസം സർജറി പറഞ്ഞിരുന്നത് ഞായറാഴ്ചത്തെ പ്രേയറിലെ പൂർണ്ണ സൗഖ്യമായി. നിങ്ങൾ എന്റെ റിപ്പോർട്ട് എല്ലാം ആയിട്ടാണോ? അവർ 2 റിപ്പോർട്ടുമായിട്ടാണ് ബ്രദറെ വന്നിരിക്കുന്നത്. മോളാണ്. മോളെ, ഇത് നിനക്ക് എങ്ങനെ പറയാൻ കഴിയും ഇത് കർത്താവ് ചെയ്തതാണോ? പുതിയ ജന്മമാണ്. ഒക്ടോബർ 7-ാം തീയതിയാണ് അറ്റാക്ക് ആയിട്ട് വന്നത്. വീട്ടിൽ ചേച്ചി ഡെലിവറിക്ക് ആയിരുന്നുകൊണ്ട് വേറെ ആരും അറിയിച്ചില്ല, ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ICU കയറ്റിയിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു മരിച്ചെന്ന് പറഞ്ഞ ആള് വീട്ടിൽ അറിയിച്ചു. ആളിനെ വരുത്തിക്കാൻ പറഞ്ഞു. ഞാൻ ഫസ്റ്റ് വിളിച്ചത് കലേഷ് ബ്രദറിനെയാണ്. എനിക്ക് വേറൊന്നും ഇല്ലായിരുന്നു, ആരും കൂടെ ഇല്ല. എന്ത് പറയണമെന്ന് പറഞ്ഞുകൊണ്ട് അവർ പറഞ്ഞു ആംബുലൻസ് വിളിക്കാനാണ് പറഞ്ഞത്. പക്ഷേ ഞാൻ കർത്താവിൽ വിശ്വസിച്ച് പ്രാർത്ഥിച്ചു. 10 ദിവസം ആശുപത്രി കിടന്ന് വീട്ടിൽ പോയി. വീണ്ടും അഡ്മിറ്റ് ആക്കി. അപ്പോൾ അവർ പറഞ്ഞു 12 മണിക്കകത്ത് ആൻജിയോഗ്രാം, 1 മണിക്കകത്ത് ആൻജിയോപ്ലാസ്റ്റി ചെയ്താലേ പറ്റുള്ളൂ, അല്ലെങ്കിൽ ആളെ കയ്യിൽ നിന്ന് പോകുമെന്ന് പറഞ്ഞു. 98% ലോസാണ്, 2% ഞങ്ങൾക്ക് ഉറപ്പ് പറയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ആ സമയം ആൻജിയോപ്ലാസ്റ്റി ചെയ്യണ്ട, ആൻജിയോഗ്രാമെങ്കിലും ചെയ്താൽ മതി എന്ന് ഞങ്ങൾ പറഞ്ഞ് ജനുവരി 17-ാം തീയതി ആൻജിയോഗ്രാമിന് തന്നു. 6 ബ്ലോക്ക് ഉണ്ട്. ഇത് ആൻജിയോഗ്രാം റിപ്പോർട്ടാണ്. 6 ബ്ലോക്ക് ഉണ്ട്. ഇതൊന്ന് എടുത്ത് വെക്കോ. ഇത് ഒരു കോപ്പി എടുത്ത് വെക്കണേടാ. ഇത് എടുത്ത് വെക്കോട് ചെയ്ത് 6 ബ്ലോക്കാണ്. കൊച്ചു കാര്യമല്ല. ഒന്ന് കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. എടുത്തോളാം. 6 ബ്ലോക്കാണ് അന്നുണ്ടായിരുന്നത്. 6 ബ്ലോക്കും എണ്ണിക്കയിലേ ഒക്കെ ഉള്ളത്. അച്ഛൻ്റെ ഓഫീസിൽ വിളിച്ച് 6 ബ്ലോക്കുള്ള കാര്യം പറഞ്ഞിട്ടില്ലെങ്കിൽ ജോലിയിൽ നിന്ന് പ്രശ്നം വരുമെന്ന് കരുതി. എങ്ങനെ? ഡ്രൈവറാണ്. അപ്പൊ അച്ഛന് സ്ഥലം മാറ്റം കൊല്ലത്തോട്ട് നീട്ടി. അപ്പൊ ബ്ലോക്ക് പറഞ്ഞാൽ പറ്റൂലായിരുന്നു. ഫെബ്രുവരി 11-ാം തീയതി ഇവിടെ വന്നു. 12-ാം തീയതി അച്ഛൻ്റെ അടുത്ത് ആൻജിയോപ്ലാസ്റ്റിക്ക് അഡ്മിറ്റ് ആവാൻ പറഞ്ഞു. 13-ാം തീയതി രാവിലെ ആയിരുന്നു സർജറി പറഞ്ഞിരുന്നത്, പക്ഷെ ഞങ്ങൾ പോയില്ല. ഫെബ്രുവരി 8-ാം തീയതി ഇംഗ്ലീഷ് ബ്രദറും കലേഷ് ബ്രദറും വീട്ടിൽ വന്ന് പ്രാർത്ഥിച്ചു പറഞ്ഞു, ഇത് എനിക്ക് കൊല്ലത്ത് മിറാക്കിൾ സൺഡേ ഉണ്ട്, നിങ്ങൾ വരണമെന്ന്. അന്ന് വന്ന് സൗഖ്യമായിട്ട് പോയി. അന്ന് മുതൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ദിവസം വരെ എൻ്റെ അച്ഛൻ ഗുളിക കഴിച്ചിട്ടില്ല. ഗുളിക കഴിച്ചില്ല എന്ന് പറയുന്നത് വലിയ കാര്യം. പക്ഷെ അത് പോയി വീണ്ടും പരിശോധിച്ചോ നിങ്ങൾ? അച്ഛൻ അതുവരെ വിശ്വാസത്തിലായിരുന്ന പോലെയല്ല. ഇവിടുന്ന് പോയിട്ട് എൻ്റെ അച്ഛൻ 2 കിലോമീറ്റർ നടന്ന് 2 അടി പോലും നടക്കല്ലെന്ന് പറഞ്ഞ ആളായിരുന്നു. ഭയങ്കര കാര്യമാണ്.
നേരത്തെ വിളിച്ച് കയ്യിലടിച്ച് കർത്താവിനെ സ്തുതിച്ച്. 15-ാം തീയതി ഞങ്ങള് ഹോസ്പിറ്റലിൽ പോയിട്ട് എക്കോയ്ക്ക് ECGക്ക് വേണ്ടി പറഞ്ഞു. അപ്പൊ ഫെബ്രുവരി 17-ാം തീയതി പോയി എക്കോ ECG എടുക്കാൻ പോയി. ഞങ്ങൾക്ക് ഇതില്ലാന്ന് ഞങ്ങൾക്ക് തെളിയിക്കണമായിരുന്നു. പോയപ്പോഴത്തേക്ക് അവർ പറഞ്ഞില്ല, സർജറി ചെയ്താലേ പറ്റുള്ളൂ, നിങ്ങൾ 2.25 ലക്ഷം രൂപ അടച്ചിട്ട് സർജറിക്ക് കയറാൻ പറഞ്ഞു. ഞങ്ങള് ഫെബ്രുവരിയിൽ വന്നു, മാർച്ച് പോയില്ല, ഏപ്രിൽ പോയില്ല, മെയ് പോയില്ല, ജൂണിൽ പ്രാർത്ഥിച്ചിട്ട് പോയി എക്കോയ്ക്ക് ECGക്ക് എഴുതി തരണമെന്ന്. അങ്ങനെ എഴുതി തന്ന് വെള്ളിയാഴ്ച പോയി എക്കോ എടുത്ത്, ഇതിലൊരു കുഴപ്പമില്ല. ECG എടുത്ത് ഒരു കുഴപ്പമില്ല, എല്ലാം നോർമലാണ്. വണ്ടർഫുൾ ജീസസ്. ഹാർട്ടിന് വല്ല കംപ്ലൈന്റ് ഉണ്ടോ? ഹാർട്ടിന് കംപ്ലൈന്റ് ഉണ്ട്, അറിയാവോ? പ്രാർത്ഥിക്കാൻ വേണ്ടി വന്ന ഹാർട്ട് പ്രോബ്ലം ആണ്, അതിനുവേണ്ടി വന്നതാ. ഞാൻ ലങ്സ് പ്രോബ്ലത്തിനാണ് വിളിച്ചത്, പക്ഷെ ചോദിച്ചത് ഹാർട്ട് പ്രോബ്ലം ഉണ്ടോന്ന്. ഒന്ന് കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. ദൈവം എന്തെങ്കിലും ചെയ്യുവാണോ? നിങ്ങൾ എത്ര പേര് വിശ്വസിക്കുന്നു ദൈവം എന്തെങ്കിലും ചെയ്യുവാണോ? ഈ പകൽ കർത്താവിന്റെ ശക്തി ചിലരെ തൊടട്ടെ, കർത്താവിന്റെ ശക്തി ചിലരെ തൊടട്ടെ. ബ്രദറെ, രണ്ട് കരവും ഉയർത്തിപ്പിടിച്ച്, കണ്ണടച്ചേ. ഹാർട്ട് റൈറ്റ് സൈഡിലാണ്. അയ്യോ, അതെങ്ങനെയാ? ലെഫ്റ്റ് സൈഡിലല്ലേ എല്ലാവർക്കും ഇരിക്കുന്നത്? ബൈ ബർത്ത്. അത് വലതുവശത്ത് കർത്താവ് പിടിപ്പിച്ചതാ സ്പെഷ്യലായിട്ട്. ഈ ലെഫ്റ്റ് സൈഡിൽ വരേണ്ട പല ഇന്നർ ഓർഗൻസിനും ഇദ്ദേഹത്തിന് റൈറ്റ് സൈഡിലാണ്. അയ്യോ, കൊള്ളാലോ. ഒരു വാൾവ് വീക്കായി പോയി. അതിനകത്ത് എന്ന് പറഞ്ഞ നമ്മുടെ പൈപ്പ് താഴോട്ട് അമങ്ങിയ പോലെ അമങ്ങിയിരിക്കുക. ഇപ്പൊ ഡോക്ടേഴ്സ് പറയണ ഒന്നെങ്കിൽ ആ വാൾവ് മാറ്റി വെക്കണം, അല്ലാതെ വേറെ മാർഗമൊന്നും ഇല്ല. അത് നാളെ മാറ്റി വെക്കണം എന്ന് പറഞ്ഞു. നമ്മൾ ഇന്നങ്ങ് മാറ്റി വെച്ചാലും. നിങ്ങൾ എഴുന്നേറ്റ് വന്നൊരു നല്ല കൈയടി കൊടുത്ത കർത്താവിന്. ഒരു പുതിയ ഹാർട്ട് ഇന്ന് പകൽ ഇദ്ദേഹത്തിന് ഉണ്ടാകട്ടെ. നാളെ വാൾവ് മാറ്റി വെക്കണം എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ ഇന്ന് പകൽ ഒരു വാൾവ് മാറ്റി വെക്കൽ നടക്കട്ടെ. കൈയടിച്ചു ആമേൻ പറ. ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേ ഈ സൈഡിൽ മുഴുവൻ ഒരു വലിയ അനുഭവം ഉണ്ടായി. ഞാനത് നിങ്ങളുടെ ഹാർട്ടിന്റെ ഇടത്തെ സൈഡിലെ വാൾവിനാണ് പ്രശ്നം, ലെഫ്റ്റ് വാൾവ്. 4 വാൾവും പ്രശ്നം. 4 വാൽവ് പ്രശ്നമാണ്. അയ്യോ, ഇല്ല, വാൾവുകളൊന്നും ഇല്ല. 98% അയ്യോ, നിങ്ങൾ എല്ലാവരും എഴുന്നേറ്റ് വന്നൊരു കൈയടി കൊടുത്ത്. 98% ഇല്ലാത്ത സാധനം പുതുതാവുകയെന്നാണ് വിശ്വസിക്കുന്നത്. ഈ പരിശുദ്ധാത്മാവിന്റെ സ്വഭാവം നോക്കിക്കേ. ഇദ്ദേഹത്തെ ഞാൻ വിളിച്ചത് ലങ്സ് പ്രോബ്ലം ഉള്ള ആളുകളെയാണ്, പക്ഷെ ഞാൻ ഇദ്ദേഹത്തോട് ചോദിച്ചത് ഇദ്ദേഹത്തിന് ഹാർട്ട് പ്രോബ്ലത്തെ കുറിച്ചാണ്. എന്ന് പറഞ്ഞ 98% ഹാർട്ട് പോയിരിക്കുക. നാളെ ചെയ്യുക. ഇത് ഞാനല്ല ചോദിച്ചത്, പരിശുദ്ധാത്മാവാ ചോദിച്ചതെങ്കിൽ ഈ പകൽ ഇവിടെ ഒരു അത്ഭുതം നടക്കുക, ഒരു ഓപ്പറേഷൻ നടക്കുക. ദൈവശക്തി ചലിക്കുക. അമങ്ങിപ്പോയ 3 വാൾവുകളും അതിന്റെ പ്രവർത്തനക്ഷമതയിലേക്ക് തിരിച്ചു വരട്ടെ യേശുവിന്റെ നാമത്തിൽ. പറയുന്നതോടെ ഹാർട്ടിനൊരു പുതിയ ഹാർട്ട് ലഭിക്കട്ടെ. എന്നോട് ഇന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു, നഷ്ടപ്പെട്ടത് തിരിച്ചു തരുന്ന ഒരു ഏഞ്ചലിക് വിസിറ്റേഷൻ ഈ ഹാളിൽ ഉണ്ടാകുമെന്ന്. നാളെ ഇദ്ദേഹത്തിന്റെ ഹാർട്ട് പരിശോധിക്കുമ്പോ ഇത് ചെയ്തിരിക്കുന്ന ഡോക്ടർ കൂടെ വിശ്വാസത്തിൽ വരുന്ന തക്കവണ്ണം അസാധാരണമായതൊന്നുണ്ടായത് ഇദ്ദേഹം സാക്ഷീകരിക്കട്ടെ. ഇദ്ദേഹത്തെ പരിശോധിക്കുന്ന ഡോക്ടേഴ്സ് പറയുന്നത് ഇത് എങ്ങനെ നടന്നു എന്ന് പറയട്ടെ. അപ്പ ഒന്ന് കൈയടിച്ച് കർത്താവിനെ സ്തുതിക്കുക. നമ്മുടെ കർത്താവ് ഇന്ന് ജീവിക്കുന്നു. അത്ഭുതങ്ങൾ കുറഞ്ഞിട്ടില്ല, ഇന്നും അത്ഭുതങ്ങളുണ്ട്. നമ്മുടെ കർത്താവ് ഇന്നും അത്ഭുത മന്ത്രിയാണ്. അവൻ ഇന്നും അത്ഭുതങ്ങളെ ചെയ്യാൻ കഴിയും. ഇപ്പൊ ഡോക്ടേഴ്സ് എന്താ മോളെ പരിശോധിച്ചിട്ട് പറഞ്ഞു? ചെന്നപ്പോഴത്തേക്ക് ടെലിസ്കോപ്പ് വെച്ച് അച്ഛനെ നോക്കും, റിപ്പോർട്ട് നോക്കും, അച്ഛനെ നോക്കും, റിപ്പോർട്ട് നോക്കും. അവർ പറഞ്ഞു ഇത് വലത് സൈഡാണല്ലോ, ഇത് എങ്ങനെയെന്ന് ചോദിച്ചു.
ഞാൻ എൻ്റെ ഡൗട്ട് ചെയ്തിട്ട് ഞാൻ പറഞ്ഞു ഒരു കുഴപ്പമില്ല, ഒന്നും കൂടി നോക്കുമെന്ന് ചോദിച്ചു. പഴയ എല്ലാ റിസൾട്ടും ഒന്നും കൂടി കാണിച്ചു. അപ്പോൾ അവർ പറഞ്ഞു ഒരു കുഴപ്പമില്ല, പൊക്കോളാൻ പറഞ്ഞു. നമുക്കിതിനെ മറുപടി പറയാനൊന്നുമില്ല. ഇത് കർത്താവിന്റെ കൈകളല്ലാതെ വേറൊന്നുമല്ല. ഒന്ന് കൈയടിച്ച് ഒരു ആമേൻ പറഞ്ഞേ. 6 ബ്ലോക്ക് 2.25 ലക്ഷം രൂപ കൊടുക്കണമെന്ന് പറഞ്ഞെടുത്ത് കംപ്ലീറ്റ്ലി നോർമൽ ആയിട്ട് മെഡിസിൻ വേണ്ട എന്ന് പറഞ്ഞു വിട്ടിരിക്കുക. കർത്താവ് ചെയ്ത അത്ഭുതങ്ങൾക്ക് നന്ദി പറയാം. കർത്താവ് നിന്റെ കരുത്തിന് നന്ദി. ഈ വീടിന് മേൽ നീ കൊടുത്ത സെക്യൂർ അനുഗ്രഹങ്ങൾക്കായി നന്ദി, വിടുതലിനായി നന്ദി. അപ്പ നിന്റെ കാര്യങ്ങൾ സൂപ്പർ നാച്ചുറലായി ചിലത് ചെയ്തതിന് നന്ദി. ആ കൈകളൊന്ന് അടിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ച് കർത്താവ് ഈ കുടുംബത്തെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു.